തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലറിയാം അത് ചെയ്യാൻ പാടില്ല. പല സന്ദർഭങ്ങളിലും ഇങ്ങനെ ചെയ്യുന്നവനാണല്ലോ ഞാനെന്ന കുറ്റബോധവും അപകർഷതയും മനസാക്ഷിക്കുത്തുമെല്ലാം നിരന്തരം തൻ്റെ ഉറക്കം കെടുത്തിയിട്ടും തൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടും അതുതന്നെ തുടർന്ന് ആവാമല്ലോ, മാറാമല്ലോ, മാറ്റാമല്ലോ എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരും ഒരുപക്ഷെ അത് കണ്ടുപിടിക്കപ്പെടില്ല, തിരിച്ചറിയപ്പെടില്ല, അതിൻ്റെ പേരിലൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ചില സന്ദർഭത്തിൽ ചിലതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ച് തങ്ങളുടെ വിചാരങ്ങളും കണക്കുകൂട്ടലുകളും തെറ്റുമ്പോഴാണ് ഇനി ഒന്ന് മാറി വന്നാലേ പറ്റൂ എന്ന് പലപ്പോഴും ചിന്തിക്കുക. ചിലർക്കൊക്കെ അത് സംഭവിക്കുന്നത് ഒരുപക്ഷെ മലക്കുൽ മൗത്തിനെ, ആത്മാവിനെ പിടിക്കാൻ മലക്ക് മുന്നിൽ വരുമ്പോഴായിരിക്കും എനിക്കിത് തുടരാൻ ഇനി കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് എന്നായാലും ഒരു നിലപാട് മാറ്റം നമുക്കുണ്ടാവേണ്ടി വരും. അത് സുഹൃത്തുക്കളെ നല്ലൊരു ബോധത്തോടുകൂടെ, തിരിച്ചറിവോടുകൂടെ നടന്നാൽ ഏറ്റവും നല്ലതാണ്. ഏത് തരത്തിലുള്ള തിരിച്ചടികളാണ് ഈ നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും നിയമങ്ങളെ, സത്യങ്ങളെ, യാഥാർത്ഥ്യങ്ങളെ, ഏറ്റവും നല്ല നിലപാടുകളെ, നന്മകളെ അവഗണിച്ചും തിരസ്കരിച്ചും മുന്നോട്ട് പോകുന്നവർക്ക് എന്തെല്ലാമാണ് വരാനിരിക്കുന്നത്? ഒന്ന് സുഹൃത്തുക്കളെ, പരാജയമാണ്. വിജയമാണ് എല്ലാവരും ആഗ്രഹിക്കുക, പക്ഷെ പരാജയം സംഭവിക്കും. നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ പരാജയമുണ്ടാകുമെന്നതിന് ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉഹദ് യുദ്ധവും അതേപോലെ തന്നെ ഹുനൈൻ യുദ്ധവും. നാം അറിയണം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യത്തിലാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കും. മലമുകളിൽ നിർത്തിയ ആളുകൾ അവിടെ തന്നെ നിൽക്കണമെന്ന്, ശത്രു ആ വഴി വരാനും ഒരു പരാജയം അവസാന ഘട്ടങ്ങളിലെല്ലാം ഉണ്ടാവാനുമുള്ള സാധ്യത കണ്ടുകൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. അവരവിടെ നിന്നാൽ മതി. ആ പറഞ്ഞതിനെ ന്യായീകരിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ വിശദീകരിക്കാനോ ഒന്നും പോണ്ട ആവശ്യമില്ല. പക്ഷെ യുദ്ധം വിജയിക്കുന്ന ഘട്ടത്തിലെത്തി അതിൻ്റെ യുദ്ധാനന്തര മുതലുകൾ ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടമെത്തിയപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് അവരെന്നെ തീരുമാനിച്ചു. അവരിറങ്ങിപ്പോന്നു. എന്തായിരുന്നു സുഹൃത്തുക്കളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് വരെ അവസാന നിമിഷങ്ങളിൽ ഭീഷണി വരുന്ന വലിയൊരു പരാജയം, അതിലുപരി ശത്രുക്കൾക്ക് മുന്നിൽ ഏറ്റവും വലിയൊരു അപമാനം. എന്തേ സംഭവിക്കാൻ? നിയമലംഘനം നടത്തുമ്പോൾ അതൊക്കെ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരിക്കെ തന്നെ സംഭവിച്ചു. അതാണ് പരാജയം എന്ന് പറയുന്നത്. ഹുനൈൻ എന്തേ? ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കതീറ. എത്രയെത്ര സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈൻ, എന്നാൽ ഹുനൈനിൽ കിട്ടിയില്ലല്ലോ സഹായം. എന്തേ സംഭവിച്ചു? ഇത് അഅജബതുക്കും കതറതുക്കും, നമ്മൾ ധാരാളം ഉണ്ടല്ലോ എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ വന്നു. എന്തായാലും യുദ്ധമൊന്നും തോറ്റുപോകില്ല, നമ്മളൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ എന്ന ഒരു അഹങ്കാര ബോധം മനസ്സിന്റെ ഉള്ളിൽ. അത്ര മതി, മനസ്സിന്റെ ഒരു രോഗം. അത്ര പോലെ സുഹൃത്തുക്കളെ. എന്തുണ്ടായി? ഫലം തുഗ്നി അൻകും ശൈആ, നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടായില്ല. ആ പരാജയത്തിന് മുന്നിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. വല്ലാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്, ഭൂമി എത്ര വിശാലമായിരുന്നു, എന്നാലും നിങ്ങൾക്കത് കുടുസായ പോലെ. ഒരു പ്രതിസന്ധി വരുമ്പോഴുള്ള ആ എടങ്ങേറിന്റെ ഒരു അവസ്ഥ അല്ലാഹ് പറയാണ്, വിശാലമായ ഭൂമി കുടുസായി തോന്നുന്ന അവസ്ഥ. സുമ്മ വല്ലൈതും മുദ്ബിരീൻ, പിന്നെ നിങ്ങൾ തിരിഞ്ഞോടി. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരിക്കെ സംഭവിച്ചെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ വിജയമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ സുഹൃത്തുക്കളെ, നിയമലംഘനങ്ങളില്ലാതെ മുന്നോട്ട് പോകും. അത് വ്യക്തി ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ ബോധപൂർവം ഒരു നിയമലംഘനം നടത്തില്ലെന്ന് നമ്മൾ ആലോചിക്കും. ആപത്തുക്കൾ വരുന്ന വിപത്തുക്കൾ പലതും വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, എന്തിപ്പം ഇങ്ങനെ വരാൻ, പെട്ടെന്ന് വരാൻ ഒരു പ്രശ്നമില്ലല്ലോ, ഞാൻ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നല്ലോ, എനിക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ നല്ല ബുദ്ധിയുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെ പറയും സുഹൃത്ത്. അപ്പൊ എന്താ, എനിക്കൊന്നും വരൂല എന്നാ വിചാരിക്കും. നിയമലംഘനങ്ങൾ നടത്തുന്നുണ്ടോ, മതവിരുദ്ധമായി ജീവിക്കുന്നുണ്ടോ, ഇതിലേതെങ്കിലുമൊക്കെ വരും തിരിച്ചു വരാൻ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലനുദീഖന്നഹും, അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. പരലോകത്തെ ശിക്ഷയെ കൂടാതെ ഇഹലോകത്തെ ചില ശിക്ഷകൾ. എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ. ഒന്ന് പിടിച്ചിർത്തി നോക്കുക, തിരിച്ചു വന്നാലോ. തോന്നിയാസങ്ങളിൽ മതിമറന്ന് ഒഴുകുന്നവനെ ഒന്ന് തടുത്തു നോക്കുക, ചിലപ്പോൾ തിരിച്ചു വന്നേക്കാന്നാണ്. ചില തെറ്റുകളുണ്ട്, അതിന്റെ ശിക്ഷക പടച്ചോൻ ഇവിടുന്ന് തന്നെ കൊടുക്കുന്നു. ചില കാര്യങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കൊടുക്കും. പരലോകത്ത് പ്രതിഫലം ഒഴിവാക്കി കൊടുത്തിട്ടല്ല, അവിടെയും കൊടുക്കും, പക്ഷെ എവിടെയും കൊടുക്കും. കുടുംബബന്ധം മുറിക്കൽ. ആലോചിച്ച് നോക്കും നിങ്ങൾ, ചില തെറ്റുകൾക്ക് ഇവിടുന്ന് കൊടുക്കും. ഇന്ന് മനസ്സിലാക്കേണ്ട എന്താ, നമ്മൾ നിലപാടുകൾ മാറ്റാതെ ഇങ്ങനെ പോയാലും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ച് പോകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വന്നിറങ്ങും. അപ്പൊ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. മൂന്നാമത്തൊന്നും എന്താ അറിയോ സുഹൃത്തുക്കളെ, നമ്മൾ അനുഭവിക്കുന്ന കുറെ അനുഗ്രഹങ്ങൾ. ഇപ്പൊ ശ്വാസം കൂടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ അറിയണ കൂടില്ല. നമ്മുടെ ഹൃദയം മിടിക്കുന്നത് നമ്മൾ ഓർക്കുന്ന പോലുമില്ല. നമ്മുടെ രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. അള്ളാഹു 50 കൊല്ലം 60 കൊല്ലമൊക്കെ തന്ന അനുഗ്രഹം ഒന്ന് പിൻവലിച്ചാൽ എന്താ അവസ്ഥ സുഹൃത്തുക്കൾ?
അത് പിൻവലിച്ച് വേദന വന്ന് നിസ്സഹായമായി ശ്വാസം കിട്ടാതെ നിൽക്കുമ്പോൾ എൻ്റെ പോക്കിലും ചില തകരാറൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സ്വന്തം പറയും, ആത്മഗതം ചെയ്യും. ചിലതൊക്കെ ഞാൻ മാറ്റേണ്ടതുണ്ടായിരുന്നു എന്ന് പറയും. ഒരു കൂട്ടക്കാർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു പിൻവലിക്കൂല. ആ അനുഗ്രഹങ്ങൾ അള്ളാഹു മാറ്റം വരുത്തില്ല. അവരെ നിലപാട് മാറുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനവും മാറുന്നതാണ്. അലീം, അള്ളാഹൊക്കെ കാണൂലേ, അള്ളാഹൊക്കെ അറിയില്ലേ സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യണു എന്ന് നമ്മൾ അറിയില്ല. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വെച്ച് നീട്ടിയിട്ട് ഒരിക്കൽ പോലും ഒരു പ്രതിസന്ധി സാമ്പത്തിക രംഗത്ത് വരാതെ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ പടച്ചോൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയാ പറ്റൂല എന്ന് നമ്മൾ ആലോചിക്കട്ടെ. ഒരാൾ തെറ്റിങ്ങനെ ചെയ്തു പോണ്, എന്നാലും അവന് കിട്ടണമൊന്നും മുടങ്ങണില്ല, അവന്റെ ലാഭങ്ങൾ കുറയണില്ല, അവന്റെ വരുമാനങ്ങൾ കുറയണില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നിയാസം ചെയ്തിട്ടും പടച്ചോൻ എനിക്ക് തരുന്ന ഒന്നും കുറക്കുന്നില്ലല്ലോ. ഇവൻ ചെയ്യുന്ന തോന്നിയാസങ്ങളല്ല എന്നതിന് അർത്ഥമില്ല. പിന്നെ ഇസ്തിദ്റാജാണ്. കുറച്ചങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാന്ന് വിചാരിച്ചിട്ട്, അതാണ് ഇസ്തിദ്റാജ്. പെട്ടെന്ന് പിടിക്കണ്ട, കുറച്ചങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി ഓതി ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈഇ. അവരോട് ഉത്ബോധിപ്പിച്ച കാര്യങ്ങളെല്ലാം അവർ വിസ്മരിച്ചു. അള്ളാഹു അവർക്ക് അനുഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, ഒക്കെ പാടെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിച്ച് ജീവിച്ചിട്ടും ഇങ്ങനെയൊക്കെ തരുന്നുണ്ടല്ലോ എന്ന് തോന്നി. എന്നിട്ടോ അള്ളാഹു ആ സമയത്ത് അഖദ്നാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ, അവരെ ഞാൻ പെട്ടെന്ന് അങ്ങ് പിടിച്ചു. അപ്പോൾ അവർ നിരാശരായി തീർന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ പിൻവലിക്കപ്പെടുന്നതിനെ കുറിച്ചും ഇനി എന്താ ഈ തോന്നിയാസങ്ങളും തിന്മകളും നിരന്തരമായി ബ്രേക്കില്ലാതെ കൊണ്ടുനടന്നുള്ള പ്രശ്നം തരങ്ങൾ ഹൃദയം ഇങ്ങനെ മരിക്കും, പതുക്കെ 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 ഇങ്ങനെ മരിക്കും. അതെങ്ങനെ ഹൃദയം മരിക്കുന്നത്? ഹൃദയം മരിക്കുന്നത് ഇന്നൽ മുഅ്മിൻ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തത്തുൻ സൗദാ. ഒരു തിന്മ വിശ്വാസി ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി വീഴും അവന്റെ ഹൃദയത്തിൽ. ഫൈൻ താബ, അവൻ പശ്ചാത്തപിക്കുമ്പോൾ എന്തുണ്ടാവും? ആ പാപം, ആ കറ നീങ്ങിപ്പോവും. എന്നാ വൈൻ സാദത്, ആ തിന്മകൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ആ ഹൃദയത്തിന്റെ കറങ്ങനെ ഹൃദയം മുഴുവൻ വ്യാപിച്ച് ഹൃദയം മുഴുവൻ അത് കവചമായി നിൽക്കും. ആ ഹൃദയം മരിച്ചു പോകും. അതാണ് ഖുർആൻ പറഞ്ഞ കറ. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി. അപ്പോ കുറച്ചു മാറാന്നാ വിചാരിക്കണം, കുറച്ചിന് മാറാൻ പറ്റൂല. അപ്പോഴേക്കിന് മാറേണ്ട ഹൃദയം കറ പിടിച്ച് മരിച്ചു പോയിട്ടുണ്ടായിരിക്കും. മാറാനുള്ള ബോധം തരേണ്ട ഹൃദയം മരിച്ചു പോയാൽ പിന്നെ നന്നാകാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, നീളം പോകുന്നത് നല്ലതല്ല. പിന്നെന്താ അറിയോ, ഒന്ന് പ്രാർത്ഥിച്ച കിട്ടൂലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാ പ്രതീക്ഷയും അതോടെ അവസാനിച്ചു. അള്ളാഹ് പറഞ്ഞാൽ തരും, കയ്യിങ്ങനെ ഒന്നിച്ചാൽ അതിനെ കാലിയായി ഞാൻ തിരിച്ചു കൊടുൂല, അത്ര ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ പടച്ചോൻ നമ്മുടെ പ്രാർത്ഥനകൾ നിരാകരിക്കപ്പെട്ടാൽ തീർച്ചയായും അത് വലിയ നഷ്ടമായിരിക്കും സുഹൃത്തുക്കളെ. അത് നമ്മൾ ആലോചിക്കണം. വല തൻഹൗന്ന അനിൽ മുൻകർ വല തഅ്മുറന്ന ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം, അതേപോലെ തന്നെ തിന്മകളെ വിരോധിക്കുകയും ചെയ്യട്ടെ. ഔ ലയൂഷിക്കന്നല്ലാഹ് അൻ യബ്അസ അലൈക്കും ഇഖാബൻ, അല്ലെങ്കിൽ അല്ലാഹ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ശിക്ഷ അയക്കും. എന്നിട്ട് പറയാണ് തുമ്മ തദ്ഊന, ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ട് അവസാനം ശിക്ഷ വരുമ്പോൾ അവനോട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത അവസ്ഥ വരുന്നതാണ് സുഹൃത്തുക്കൾ, തിന്മകൾ തുടർന്നു പോയാൽ. മാത്രമല്ല, എന്തൊക്കെ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഭിന്നതകളും കലാപങ്ങളും, കുടുംബത്തിൽ പ്രശ്നം, വ്യക്തിജീവിതത്തിൽ പ്രശ്നം, സമൂഹത്തിൽ പ്രശ്നം, കൂട്ടായ്മകളിലും സംഘടനകളിലും ഒക്കെ പ്രശ്നം. എന്താ പ്രശ്നം ഉണ്ടാകാൻ കാരണം? തെറ്റുകൾ തുടരുമ്പോൾ തീർച്ചയായും അത് അതിൻ്റെ ഒരു പരിണിതിയായി വരുന്നതാണ്. അപ്പം മനസ്സിലാവില്ല. രണ്ടാള് അള്ളാന്റെ പേരിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹിച്ച രണ്ടാളിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ അടുക്കൽ ഒരപാകത സംഭവിച്ചാൽ അവർ തമ്മിൽ എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും, ഭിന്നിപ്പിലാകും, തർക്കത്തിലാകും, പ്രശ്നത്തിലാകും. തെറ്റുകളുടെ അനന്തരഫലങ്ങൾ എങ്ങനെയൊക്കെ നമ്മളിലേക്ക് വരുമെന്ന് പറയാൻ പറ്റും സുഹൃത്തുക്കളെ. എട്ടാമത്തെ ഒരു കാര്യമായി ഓർമ്മപ്പെടുത്താനുള്ളത് പൊളിയും. നമ്മൾ നന്മ അങ്ങനെ ചെയ്യുമ്പോൾ ആകാശത്തെ മലക്കുകളിൽ നമ്മൾ നല്ലവരായി അംഗീകരിക്കപ്പെടും. ആകാശത്തെ ലോകത്ത് അംഗീകരിക്കപ്പെടും, നല്ലത് പറയും നമ്മളെ പറ്റി. അപ്പം നാട്ടിലുള്ളവർ നമ്മളെപ്പറ്റി നല്ലത് പറയുന്നതാണ്. ഓ, എന്തൊരു മാന്യൻ, എന്തൊരു നല്ല മനുഷ്യൻ, എവിടെ ചെന്നാലും അയാളെ പറ്റിയുള്ള വർത്താനങ്ങളായിരിക്കും. മാമിൻ അബ്ദിൻ ഇല്ലാ ലഹു സിദ്ദുൻ ഫിസ് സമാ ഫഇദാ കാന സിദ്ദുഹു ഫിസ് സമാ ഹസനൻ വുദിഅ ഫിൽ അർദ്. ആകാശത്ത് നല്ല പ്രശസ്തി കിട്ടിയാൽ ഭൂമിയിലും അതുണ്ടാകും. എന്നാൽ സുഹൃത്തുക്കളെ, ഈ സ്വകാര്യങ്ങളും തോന്നിയാസങ്ങളൊക്കെ ചെയ്ത്
ഈ ഈ നല്ല പേരിങ്ങനെ നിലനിന്ന് പോയിക്കോളും, അതിൻ്റെ മറയിൽ ഇങ്ങനെ ജീവിച്ച് തമ്മാടിത്തം ചെയ്ത് പോകാമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള അംഗീകാരം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നാട്ടിലൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അവരുണ്ടായിരിക്കും. അപ്പൊ എന്നെങ്കിലും ഒരിക്കൽ തുണി ഉരിയപ്പെടും എന്ന തെറ്റുകളിൽ നിരന്തരം പോകുന്നവർ മനസ്സിലാക്കണം എന്നാണ്. അപ്പം മടങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പം തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ കാര്യം ഉണ്ടായിക്കോളന്നില്ല. മാത്രമല്ല ഇഹലോകത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. എവിടെ നമ്മൾ ഇടപെടുമ്പോഴും അവിടെയൊക്കെ വലിയ നഷ്ടങ്ങൾ വരും. അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു പിശാചിനെ അവരൊരു കൂട്ടാളിയായി ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്താൽ എന്താണ്? തിന്മകളുമായി നിരന്തരം പോകുന്ന ആൾക്കാർക്ക് ഒരു ചങ്ങാത്തമായി പിശാച് വരും. പിന്നെ പിശാച് കാണിക്കുന്ന വഴികളിലൂടെ ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക്, അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്ക് അവനങ്ങനെ യാത്ര തുടരുമെന്നാണ്. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പിശാചിനെ കൂട്ടാളിയായി നിശ്ചയിച്ച് പിന്നെ പിശാചിന്റെ ഗൈഡൻസ് അനുസരിച്ച്, നേതൃത്വം അനുസരിച്ച്, കൽപ്പന അനുസരിച്ച് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമെന്നാണ്. അതാണ് ഭൗതികമായ ജീവിതത്തെ ഒരാൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അത് അവൻ്റെ ജീവിതത്തിന് പരലോകത്തെ വിസ്മരിച്ച ഇഹലോകത്തിനോടുള്ള താല്പര്യം അവന് നഷ്ടങ്ങൾ സംഭവിപ്പിക്കും. എന്നാൽ പരലോകം വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദുനിയാവിനും കൂടി കിട്ടുകയാണെങ്കിൽ വലിയൊരു പ്രശ്നം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന്. മാത്രവുമല്ല സാമ്പത്തിക രംഗത്തും നമ്മൾ എന്ത് ചെയ്താലും ഒരു കുരുത്തല്ലാത്ത അവസ്ഥ, അതും തെറ്റുകളിൽ നിരന്തരമായി പോകുമ്പോഴാണ് കാര്യം. എന്ത് ചെയ്താലും ഒരു കുരുത്തം കിട്ടൂല. പൈസ ഇങ്ങനെ വരും, പക്ഷേ നിസ്സാരമായി നമ്മളെക്കാളും 1000-1 പണമില്ലാത്തവനും അനുഭവിക്കുന്ന ഒരു സുഖം പണം കൊണ്ട് കിട്ടാതിരിക്കും. ഭക്ഷണം കഴിച്ചിട്ട് വയറ് തരാതിരിക്കുക എന്ന് പറയും. ഭക്ഷണം ഇഷ്ടം പോലെ തിന്നുന്നുണ്ട്, പക്ഷെ വിശപ്പ് മാറുന്നില്ല. ഈ അവസ്ഥ, പണമുണ്ടായിട്ട് പ്രയോജനമില്ല, അധ്വാനിച്ചിട്ട് ഉറക്കല്ലാതെ ഇടങ്ങാറായി ഓടി നാട്ടിലും ഗൾഫിലും ഒക്കെ ഓടിയിട്ടും അവസാനം ഒന്ന് കഷ്ടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥ ഉണ്ടായി കിട്ടില്ല. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. ഇന്ന ഹാദൽ മാൽ ഖുൽവത്തുൻ ഖദിറ ഫമൻ അഖദഹു ബിത്വീബി നഫ്സിൻ ബൂരിക ലഹു. ഈ സമ്പത്ത് എന്ന് പറയുമ്പോൾ അത് നല്ല പച്ചപ്പുള്ള മധുരമുള്ളതാണ്. എന്നാൽ അതിനെ സംതൃപ്തിയോടുകൂടെ, നല്ല മനസ്സോടുകൂടെ, നല്ല നിലക്കാരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ അവൻ ബർക്കത്തുണ്ടാവും. എന്നാൽ അല്ലാത്ത നിലക്കാണെങ്കിലോ ലം യുബാറക ലഹു, അവനതിൽ ബർക്കത്തില്ലാതെ പോകുന്നതാണ്. അപ്പോൾ ബർക്കത്ത് എന്നുള്ളത് നന്മ കൊണ്ട് കിട്ടുന്നൊരു ഗുണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളിൽ മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല. ഒരു നാടിനോ ഒരു സമൂഹത്തിനോ ഒരു രാജ്യത്തിനോ ഒരു വ്യക്തിക്കൊന്നും വരും. എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ പിടിക്കപ്പെടും, പുറത്തു വരും. ആ സമയത്തൊന്നും അങ്ങനെ തിരുത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നല്ല സമയത്ത് അള്ളാഹു നല്ല സൽകീർത്തിയും നല്ല പേരും ബർക്കത്തും അനുഗ്രഹവും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിലപാടുകളിൽ എവിടെയെങ്കിലും ചില മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഇഹലോകവും പരലോകവും നമുക്ക് നന്നായി കിട്ടാൻ ഏറ്റവും സഹായകമായിട്ടുള്ളത്.